കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എന്നാലും എൻ്റെ രമേ, ആ പെണ്ണ് കടയിൽ വന്ന് ഓരോന്ന് വായിച്ചു കൂട്ടുന്നാണ് എൻ്റെ കണ്ണ് തള്ളിപ്പോയെന്ന്. അത്രയും വായിച്ചോടി. പിന്നെ വാങ്ങാതെ ഡ്രസ്സ് തന്നെ ഒരുപാടുണ്ട്. അത് കൂടാതെ എൻ്റെ അടുത്ത് വന്ന് മാലയും കമ്മലും കൊലുസും ചാന്നും പൊട്ടും കൺമിഷിയും അങ്ങനെ എല്ലാം വാങ്ങിച്ചു. അവിടെ വെച്ച് തന്നെ അതൊക്കെ അണിഞ്ഞാ പോക്കൊന്ന് കാണേണ്ടത് തന്നെയാ. നയന പെരിപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ കേട്ട കാര്യങ്ങളുടെ രസത്തിൽ രമയുടെ കണ്ണുമുഖവും വിടർന്നിട്ടുണ്ട്. ചേടാ, ഈ പെണ്ണ് ചേരിന്ന് തന്നെയല്ലേ വന്ന്, എന്നിട്ട് ഇതിനൊക്കെ എവിടുന്നാ കാശ്? ഈ ചേരിന്ന് കാശൊക്കെ കിട്ടും രമേ. എൻ്റെ ചേട്ടൻ പറഞ്ഞതാ, ഇത്രയും വർഷം അതിനുള്ളിൽ കിടന്ന് പണിയെടുത്തല്ലേ, അപ്പം അതിൻ്റെ കൂലി സർക്കാർ കൊടുക്കും. പിന്നെ ആ താരമോൾക്കൊന്നും കൊടുക്കാതെ അവരുടെ അച്ഛമ്മ ഇവൾക്കല്ലേ എല്ലാം ഉണ്ടായി കൊടുത്തേ. അപ്പൊ പിന്നെ കാശിനാണോ കുറവ്? നയനക്കപ്പുറം നിന്ന് ഷീല കൂടെ പറഞ്ഞു നിർത്തിയും അത് ശരിയാണെന്ന പോലെ രമയും തലയാട്ടി. ഇന്നലെ അശോകേട്ടനാ അവളുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത്. അപ്പൊ പെണ്ണിന്റെ പൊറുതിനി ഇവിടെ തന്നെ ആയിരിക്കും. രമ ജോലി കഴിഞ്ഞ് ഇന്നലെ വീട്ടിലേക്ക് പോയപ്പോൾ കണ്ട കാര്യവും പറഞ്ഞു. ഈശ്വര, ഇങ്ങനെയുള്ളവളുമാർക്ക് ഈ പണിക്ക് വേറെ നാട് നോക്കിയാൽ പോരെ. ഇനി നമ്മുടെ ആണുങ്ങളുടെ ഇവിടെ വലയിൽ പോയി വീഴുമെന്ന് എനിക്ക് പേടി. കാണാൻ അത്രയ്ക്ക് ചന്തമല്ലേ. ആ മാലയും കമ്മലൊക്കെ അണിഞ്ഞപ്പോൾ പെണ്ണിന്റെ അഴകൊന്ന് കാണണം. നാട്ടിലെ ആണുങ്ങളെ മുഴുവൻ വശീകരിക്കാൻ ഇറങ്ങിയിരിക്കാം വൃത്തിയേട്ടവള്. അതിനവൾ ഈ പണി തുടങ്ങാൻ പോവുകയാണ്. നീ എങ്ങനെ അറിഞ്ഞതിനെ? അത്ഭുതത്തോടെയാണ് രമേശ് ഈജി അവളെ നോക്കിയത്. നിങ്ങൾ ഇത്രയ്ക്ക് മണ്ടികളായി പോയോ? പിന്നെ ജയിലിൽ നിന്ന് വന്ന് അന്ന് തന്നെ ഇവിടെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് എന്തിനാണെന്നാണ് നിങ്ങളുടെ വിചാരം? അമ്മയെപ്പോലെ തന്നെയാ മോളും. അമ്മ വേറെ നാട്ടിലാണെങ്കിൽ ഇവള് ഇവിടെയും. താര പറഞ്ഞ് ഈ പെണ്ണിന്റെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ. ഇന്നലെ വിലാസിനി ചേച്ചിയും പറഞ്ഞു ആ ചാന്ദ്രി ടീച്ചറുടെ മോന്റെ മേലെ അവൾക്കൊരു കണ്ണുണ്ടെന്ന്. ഇവളുടെ തൊട്ടടുത്തല്ലേ അവര്. പക്ഷേ കാര്യങ്ങളൊക്കെ വിലാസിനി ചേച്ചി ഇന്നലെ പോയി ടീച്ചറോട് പറഞ്ഞുകൊണ്ട് അവൻ ഇവിടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതാം. എന്നാലും പറയാൻ പറ്റില്ല, അവൾ അങ്ങനെയൊന്നും ആ ചെറുക്കനെ വിടില്ല. ചെറിയ പ്രായത്തിൽ തന്നെ അവളെക്കാളും 10-15 വയസ്സുള്ള ഒരുത്തനല്ലേ ആ പെണ്ണ് പ്രേമിച്ച് കൊന്നുകളഞ്ഞ്, അതും ആ ശ്രീജിത്തുമായിട്ട് പ്രേമത്തിലിരിക്കുമ്പോൾ തന്നെ. അപ്പൊ പിന്നെ ഈ ചെറുക്കനെ അവൾ വെറുതെ വിടുവോ? നീ കണ്ടിട്ടില്ലേ ചാന്ദ്രി ടീച്ചറുടെ മോനെ? പിന്നെ കാണാതെ. ഈ നാട്ടിലെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ആ ചെക്കനെ ശ്രദ്ധിക്കാതിരിക്കോ? നല്ല വെളുത്ത് തണ്ടും തടിയുള്ള, ആര് കണ്ടാലും നോക്കിപ്പോകുന്ന ഭംഗി ഉശിരും വീറും നിറഞ്ഞ ഒത്തൊരാണല്ലേ അവൻ. ഇന്നലെ തന്നെ എന്തായിരുന്നു അവൻ്റെ അടി! ഓ, കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു അത്. രമ ഇന്നലെ തിരുവാതിരക്കളിയുടെ പ്രാക്ടീസിന് പോയപ്പോഴുണ്ടായ പാർട്ടിയുടെയും കുട്ടിയുടെ അടിയുടെ ഓർമ്മയിൽ ഒരു നിമിഷം നിന്നുപോയപ്പോൾ ബാക്കി രണ്ടുപേരുടെയും മനസ്സിൽ അത് തന്നെയായിരുന്നു. ഷീജയുടെയും നയനയുടെയും വീട് വിലാസിന്റെ അടുത്താണ്, രമയുടെ അമ്പലത്തിന് മറുവശവും. എന്നാലും അവർ തമ്മിൽ നല്ല പരിചയമാണ്. ഏകദേശം സമപ്രായക്കാർ. 40, 42, 45 അങ്ങനെ വരും. നയന ജോലിയിൽ നിന്ന് തിങ്കൾ പോയ ടെക്സ്റ്റൈൽ ഷോപ്പിലാണ്. രമ ടൗണിലെ ഒരു സ്റ്റേഷനറി കടയിലും ഷീജ ഒരു ലോട്ടറി കടയിലും നിൽക്കുന്നു. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുമ്പോൾ 3 പേർക്ക് ഒട്ടും ബോറടിക്കാറില്ല. കാരണം പറയാൻ ആർക്ക് നാട്ടിലെ വിശേഷങ്ങൾക്ക് എപ്പോഴും ഒരു കുറവും വരാറില്ല. ഉള്ളിലെ ഊഹാപോഹങ്ങൾ കൂടെ മറ്റുള്ളവർ കൂട്ടിയും കുറച്ചും പറഞ്ഞ കഥകളും കൊണ്ട് ഇന്ന് അവരുടെ സംസാര വിഷയം തിങ്കളും പാർട്ടിയൊക്കെ തന്നെയായിരുന്നു. അവരുടെ മാത്രമല്ല, ആ നാട്ടിൽ പലരും ഒളിഞ്ഞും തെളിഞ്ഞും സംസാരിക്കുന്നത് തിങ്കളിനെ കുറിച്ചാണ്. അങ്ങനെ അവരുടെ വിഷയം നീണ്ടുപോകുമ്പോൾ തന്നെയാണ് രമ പെട്ടെന്ന് ഷീജയും നനയെ വിളിച്ച് ആരാങ്ങോട്ട് വരുന്നതെന്ന് കാണിച്ചു കൊടുക്കുന്നത്. വെള്ളയും ചുവപ്പും കലർന്ന ചുരിദാറിൽ ഒരു പനനീർ പൂവിന്റെ ശോഭയോടെ നടന്നു വരുന്ന തിങ്കളിനെ ഉള്ളിൽ നുരഞ്ഞു പൊന്നുന്ന അസൂയയോടെയും അതിലുപരി വല്ലാത്തൊരു ദേഷ്യത്തോടെയും വെറുപ്പോടെയും അവർ നോക്കി നിന്നു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവർക്ക് നേരെ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ തിങ്കൾ നോക്കിയുള്ളൂ. ഇന്നലെ കടയിൽ കണ്ട നയന മാത്രം അവൾ തിരിച്ചറിഞ്ഞു. അവരിൽ നിന്ന് മുഖം തിരിച്ചവൾ ബസ് സ്റ്റോപ്പിലേക്ക് വന്നിന്ന് ഒരു 5 മിനിറ്റുള്ളിൽ തന്നെ ബസ് അവിടെ വന്നിരുന്നു. പിന്നിൽ നിൽക്കുന്നവരുടെ പിറുപിറുക്കൽ നിന്ന് ശ്രദ്ധ കൊടുക്കാതെ അവൾ ആ ബസ്സിലേക്ക് കയറി. ഇന്നിനി എവിടേക്കാണ് ഇവിടെ പോക്ക്? വേറെ വല്ലമാരെയും നോക്കി വെച്ച് കാണും. ആമർഷത്തോടെ തിങ്കൾ കയറിയ ബസ് അകന്നു പോകുന്ന നോക്കി അവർ അല്പസമയം അടക്കി പറഞ്ഞു. അവരുടെ സംസാരം വീണ്ടും ശബ്ദത്തിൽ തന്നെ അവിടെ ഉയർന്നു. തിങ്കൾ നേരെ ബാങ്കിലേക്കാണ് പോയത്. ഫെഡറൽ ബാങ്കിലാണ് അച്ചമ്മ സരോജിനിയുടെ അക്കൗണ്ട് ഉള്ളത്. അവിടെ തന്നെ തിങ്കൾ അവരുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. തൽക്കാലം ആവശ്യത്തിനുള്ള കുറച്ച് പണം കയ്യിൽ വെച്ച് ബാക്കി അക്കൗണ്ടിലിട്ടു. അതുപോലെ അച്ചമ്മയുടെ അക്കൗണ്ടിലെ ക്യാഷും തന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് ആൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ബാങ്കിൽ നിന്ന് നേരെ ഗ്യാസ് ഏജൻസിയിലേക്കാണ് തിങ്കൾ പോയത്. അവിടെ ചെന്ന് പുതിയൊരു കുറ്റിക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നേരെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെന്ന് പെൻഡിങ് ബില്ലും അടച്ചു. അപ്പോഴേക്കും സമയം ഉച്ചയായിരുന്നു. അപ്പുറത്തൊരു വെജിറ്റേറിയൻ ഹോട്ടൽ KCBയിലേക്ക് കയറും മുന്നേ തിങ്കൾ നോക്കി വെച്ചിരുന്നു. നേരെ അവിടേക്ക് ചെന്ന് നല്ലൊരു ഊണും കഴിച്ചാണ് തിരിച്ചവൾ വീട്ടിലേക്കുള്ള ബസ്സിലേക്ക് കയറിയത്. ഒരു 3-3:30 മണിയോടടുത്ത് തിങ്കൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. നടന്നു വരുന്ന വഴിക്ക് അശോകേട്ടൻ അവൾ കണ്ടിരുന്നു. വിറക് വൈകുന്നേരത്തേക്ക് എത്തിക്കാമെന്നാണ് ആൾ പറഞ്ഞത്. വീണ്ടും മുന്നിലെ കുഞ്ഞു ഗേറ്റ് തുറന്നവൾ അകത്തേക്ക് കടന്ന് വരാന്തയിലേക്ക് കയറി നേരെ അപ്പുറം വീടിന്റെ അടഞ്ഞിടക്കുന്ന മുൻവാതിൽ തുറന്നു. സ്വാഭാവികമായി തിങ്കളിന്റെ നോട്ടം അങ്ങോട്ടേക്ക് വെറുതെ ഒന്ന് പോയി. ഒടുത്തിരുന്ന ലൈറ്റ് പിങ്ക് കളർ സാരി തുമ്പിടിപ്പിലേക്ക് കുത്തിവെച്ച് വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ചാന്ദിനി. അവൾക്കടുത്ത് മൻമുവുമുണ്ട്. തിങ്കൾ തിരിച്ച് വീടിനുള്ളിലേക്ക് കയറി പോകുമ്പോഴാണ് ചാന്ദിനിയുടെ നോട്ടം അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഒരു മിന്നായം പോലെ തിങ്കൾ അകത്തേക്ക് പോകുന്ന അവൾ കണ്ടു. ഉള്ളിൽ ഇനിയും തീരാത്ത പ്രയാസത്തോടെ മനുവിനെയും കൂട്ടി ചന്തു ഡാൻസ് ക്ലാസ്സിലേക്ക് നടന്നു. ഇവിടുന്ന് 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേയുള്ള കായലോരത്തെ നാട്യകലാ വിദ്യാലയത്തിലേക്ക്. വീടിനകത്തേക്ക് കയറി തിങ്കൾ വിശ്രമിക്കാനൊന്നും നിന്നില്ല. ചെയ്തു തീർക്കാൻ ഇനി ഒരുപാട് പണികളുണ്ടല്ലോ.
ഇട്ടിരുന്ന ചുരിദാർ മാറ്റി തിങ്കൾ വീട്ടിലിടാൻ വായിച്ച ചെങ്കൽ കളറിൽ പഫ് സ്ലീവ് വരുന്ന ഒരു ടോപ്പും ബ്ലാക്ക് കളർ ഫുൾ സ്കേർട്ടും എടുത്തിട്ടു. മാറിയിട്ട ചുരിദാറിൽ ഇന്ന് രാവിലെ അടുക്കളപ്പുറത്ത് കെട്ടി അയൽ കൊണ്ട് വിരിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് തന്നെ കയറി. ഇന്നലെ വാങ്ങിവെച്ച അരിവാളും കൈക്കോട്ടും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി തിങ്കൾ. അന്നേരം തന്നെയാണ് ലൈൻമാൻ അങ്ങോട്ട് വരുന്നത്. ഫ്യൂസ് കുത്താനാണ്. ഫ്യൂസ് കുത്തി അയാൾ അങ്ങ് പോയതേ തിങ്കൾ അവിടെ പണിയിലേക്ക് തന്നെ കടന്നു. മുന്നിലെ പുല്ലെങ്കിലും ഒരുവിധം നന്നായി വെട്ടി വൃത്തിയാക്കണമെന്ന് ഇന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ അവൾ ഉറപ്പിച്ചു വെച്ച കാര്യമാണ്. അഴിഞ്ഞിടക്കുന്ന മുടിയൊന്നാകെ ഉയർത്തി വാരിക്കെട്ടി പാവാട കുറച്ചൊന്ന് മേലേക്ക് ഉയർത്തി അരയിലും തിരികെ വെച്ച് തിങ്കൾ. ഒമ്മറത്ത് വെയിലൊരുവിധം മങ്ങിയിട്ടുണ്ട്. വീടിന്റെ വലതുവശത്ത് വലിയൊരു ചപ്പിക്കുടിയൻ മാവുള്ളതുകൊണ്ട് തന്നെ അവിടേക്ക് അത്രയധികം വെയിൽ വടിക്കില്ല. മാവിനടുത്ത് തന്നെയാണ് തിങ്കൾ അവളുടെ ജോലികൾ തുടങ്ങിയത്. നിമിഷ നേരം കൊണ്ട് തന്നെ വലിയ പുല്ലുകളെല്ലാം വെട്ടിനിരത്തി കൂട്ടിവെക്കാൻ പെണ്ണിന് പറ്റുന്നുണ്ട്. അതുപോലെ അവൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത്രയും വേഗത്തിലും വൃത്തിയിലുമാണ്. ജയിലിൽ നിന്നുള്ള ശീലമാണ് ഇതൊക്കെ. വെട്ടിയ പുല്ലും മറ്റും കൈക്കോട്ടുകൊണ്ട് ചെത്തിക്കൂട്ടി ചാക്കിലേക്കാക്കിയവൾ തെങ്ങിൻ തൊടിയിലേക്ക് കൊണ്ടിട്ടു. വലതുവശം മുഴുവനും ഒരുവിധം ക്ലീനാക്കി കഴിഞ്ഞതും അടുക്കളയിലേക്ക് കയറി ഒരു കട്ടനിട്ട് കുടിച്ചു അവൾ. ഇഞ്ചക്ഷൻ കുക്ക് ടോപ്പ് ഇന്നലെ വാങ്ങിച്ചത് പ്രവർത്തിപ്പിക്കുന്ന വിധം അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു പെണ്ണ്. അതിലാണ് അവൾ ചായ ഉണ്ടാക്കിയത്. അതും കുടിച്ച് ബാക്കിയൂടെ ശരിയാക്കാൻ തിരിച്ച് മുറ്റത്തേക്ക് തന്നെ ഇറങ്ങി തിങ്കൾ. തുളസി തറയിലേക്ക് പറന്നേറെ കുഞ്ഞിപ്പുല്ലുകളെല്ലാം വെട്ടി വൃത്തിയാക്കി ഇടതുവശത്തേക്ക് അവൾ കടക്കുമ്പോഴേക്കും സമയം സന്ധ്യാവാറായിട്ടുണ്ട്. ഗ്രൗണ്ടിൽ കളിക്കാൻ പിള്ളേരും വന്നു തുടങ്ങി. തിങ്കൾ അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ ഗേറ്റിനോരം ചേർന്നുള്ള പുല്ല് വെട്ടി തിരിയുമ്പോഴാണ് റോഡിലൂടെ നടന്നു വരുന്നവളിലേക്ക് അവളുടെ ശ്രദ്ധ പോകുന്നത്. ഒരു നിമിഷം തിങ്കളിന്റെ മിഴികൾ അവളിലേക്ക് മാത്രം തറഞ്ഞു നിന്നു. ആ നോട്ടത്തിൽ ഇടറിയിട്ടുണ്ട് താരയുടെ ചൂടുകൾ. സ്വന്തം ചേച്ചിയുടെ നോട്ടം നേടാൻ കഴിയാതെ അവൾ പിടച്ചിലോടെ കണ്ണുകൾ വെട്ടിക്കുമ്പോൾ തിങ്കൾ അവളുടെ ജോലിയിൽ തന്നെ തിരിഞ്ഞിരുന്നു. കയ്യിൽ പിടിച്ച അരിവാളിനാൽ മുറ്റത്ത് നീണ്ടു വളർന്ന പുല്ലുകൾ വേഗത്തിൽ വെട്ടിക്കൂട്ടിയെടുക്കുന്നവളെ നോക്കി താര കുഞ്ഞി ഗേറ്റിനോരം ചേർന്ന് നിന്നു. 7 വർഷങ്ങൾ ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് അനുഭവിച്ചിട്ടും ഒരു കോട്ടവും തട്ടാത്ത ചേച്ചിയുടെ സൗന്ദര്യം പഴയ പോലെ ഇപ്പോഴും താരയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയൊന്നുമല്ല അവൾ പ്രതീക്ഷിച്ച്. ഇന്നലെ വൈകുന്നേരം വിലാസിനി അമ്മൂമ്മ പറഞ്ഞു തന്നെയാണ് തിങ്കൾ വന്ന കാര്യം താര അറിയുന്നത്. കൂടാതെ അവളെ കണ്ട പലരും പെണ്ണിന്റെ ഇപ്പോഴത്തെ രൂപവും ഭാവമെല്ലാം വിവരിച്ചു പറഞ്ഞു കൊടുത്തെങ്കിലും തിങ്കളിന് നേരിട്ട് കണ്ട നിമിഷം ഉള്ളിൽ കുമിഞ്ഞുകൂടിയ കുശുമ്പ് അടക്കി പിടിക്കാൻ അവൾ വല്ലാതെ പാടുപെടുന്നുണ്ട്. പുല്ല് വെട്ടുന്നതിനിടക്ക് അഴിഞ്ഞു വീണ അരയോളം നീളമുള്ള മുടിയിലേക്ക് താര കണ്ണുമിഴിച്ച് നോക്കി. ഇത്രയും മുടിയൊന്നും ചേച്ചിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല. തന്റെ മുടിക്കായിരുന്നു നീളം കൂടുതൽ. കൂടാതെ കയ്യിൽ ഒതുങ്ങാത്തത്ര ഉള്ളുമുണ്ടായിരുന്നു. ഇപ്പോഴാണ് എല്ലാം കൊഴിഞ്ഞ് കോഴിവാൽ പോലെ ആയത്. പക്ഷേ ചേച്ചിയുടെ മുടി ഇപ്പോൾ നോക്കണേ. മുടി മാത്രോ? പണ്ടുപോലും തിങ്കളിനെ കാണാൻ ഇത്രക്ക് ഭംഗിയുണ്ടായിരുന്നില്ലെന്ന് അവൾ സൂക്ഷ്മ നിരീക്ഷണത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ശ്രീയേട്ടൻ ചേച്ചി കാണുമ്പോൾ എന്താണ് ഉണ്ടാവുക? അതാലോചിക്കുമ്പോൾ തന്നെ പരവേശത്തോടെ അവളുടെ നെഞ്ച് ശക്തിയിൽ ഇടിച്ചുപോയി. ഇല്ല, സ്വന്തമാക്കിയതിന് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ താരയ്ക്ക് പറ്റില്ല. എനിക്ക് വേണ്ടി ഒരു കൊലപാതകം വരെ ചെയ്തെന്റെ ചേച്ചിയല്ലേ. എന്നെയും ശ്രീയേട്ടനെയും ചെയ്തിട്ട് ഒരു കൽകടിയാവാതെ ഈ നാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞയച്ചാൽ ചേച്ചി പോവണം. അല്ലെങ്കിൽ ഇവിടെ ഇനി ഇവർക്ക് ആരാ ഉള്ളത്? താരയുടെ ചുണ്ടുകൾ പുച്ഛത്തിലൊന്ന് കോടി. എനിക്കൂടെ അവകാശമുള്ള അവരുടെ പേരിലല്ലേ അച്ഛൻ എഴുതി കൊടുത്ത്. ഇതൊക്കെ വിറ്റുവർക്ക് എങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ, നാശം പിടിക്കാൻ. രോഷത്തോടെ അവളുടെ കണ്ണുകളും കൂർത്തു. കല്യാണത്തിന് 10 പവൻ സ്വർണം തരികയല്ലാതെ ബാക്കിയെല്ലാം തിങ്കളുടെ അച്ഛൻ എഴുതി കൊടുത്തുള്ള അമർഷമാണ് താരയ്ക്ക്. എന്തൊക്കെ പറഞ്ഞാലും താര അവരുടെ കൊച്ചുമകളായി പോയില്ലേ. മക്കൾക്ക് വേണ്ടി ആയ കാലത്ത് മകൻ കൃഷ്ണൻ സമ്പാദിച്ചു വെച്ചെടുത്താണ് താരയുടെ കല്യാണത്തിന് അവർ സ്വർണം കൊടുത്തത്. പക്ഷെ അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ താരയ്ക്ക് കഴിഞ്ഞിട്ടില്ല. വീടും പറമ്പും കൈവിട്ടു പോയതിൽ അത്രയും ദേഷ്യം അവൾക്ക് ഉള്ളിലുണ്ട് താനും. ജയിലിൽ കിടക്കുന്ന ചേച്ചിയോട് കുറച്ചെങ്കിലും ഉണ്ടായിരുന്ന സ്നേഹം, ദയ എല്ലാം ആ ഒരു കാരണത്തോടെയാണ് മുഴുവനായി അവളിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടത്. എന്നാലും ആ മുഖത്തെ ദേഷ്യവും പകയും വെറുപ്പും തൽക്കാലം മാറ്റിവെച്ചാൽ കണ്ണുകൾ നിറച്ചു. തന്റെ കണ്ണീരിൽ പഴയ പോലെ ചേച്ചി വീഴുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ അവൾ ഒരുപാട് തവണ തിങ്കളിനെ വീഴ്ത്തിയിട്ടുമുണ്ട്. തനിക്ക് കിട്ടുന്ന കൂടാതെ ചേച്ചിക്ക് കൊണ്ട് അച്ഛൻ കൊണ്ടുകൊടുക്കുന്നതെല്ലാം അവൾ സ്വന്തമാക്കിയത് ഇതേ രീതിയിലാണ്. എല്ലാം പോട്ടെ, ഇത്ര വർഷം തിങ്കളുടെ ജയിൽവാസവും ഒരു തരത്തിൽ അവൾക്ക് വേണ്ടി തന്നെ ആയിരുന്നില്ലേ. അന്നത്തെ രാത്രി താരക്കുള്ളിൽ വീണ്ടും തെളിഞ്ഞു വന്നു. അയാളെ വെട്ടിയരിഞ്ഞ് കൊന്ന് ആകെ മരവിച്ചിരിക്കുന്ന ചേച്ചി, പേടിച്ചു ഉറച്ചു നിൽക്കുന്ന അമ്മ, കീറിപ്പറിഞ്ഞ തുണിയിൽ താനും. എന്തൊക്കെ ചിന്തകളാണ് തന്നെ അന്നേരം ഭരിച്ചതെന്ന് ഇപ്പോഴും താരയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. ചേച്ചി അയാളെ കൊന്നുകളഞ്ഞുള്ള പകപ്പും അയാൾ തന്നെ ഉപദ്രവിച്ചുള്ള പേടിയും ഒപ്പം അമ്മയുടെ കാമുകൻ തന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചെന്ന് പുറത്തറിഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്വം ആലോചിച്ച് ഭ്രാന്തി പിടിച്ചു പോയി അവൾക്ക്. തിങ്കൾ അയാളെ ചവിട്ടി തള്ളിയിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടുമ്പോൾ താരയെ അവൾക്ക് പിറകെ പായാൻ ശ്രമിച്ചതാണ്. പക്ഷെ അപ്പോഴേക്ക് രഞ്ജിത്ത് അവളെ പിടിച്ചു വലിച്ച ചുണ്ടുകൾ കടിച്ചു പറിക്കും പോലെ ചുംബിച്ചു. തിങ്കൾ ചവിട്ടിയുള്ള ദേഷ്യം അയാൾ അങ്ങനെയാണ് തീർത്ത്. ആ സമയം തന്നെ അയാളുടെ മുടിയിൽ താര ശക്തിയിൽ പിടിച്ചു വലിക്കുമ്പോൾ അയാളുടെ പിടിയായിഞ്ഞു. കരഞ്ഞു നിലവിളിച്ച് അവൾ പിന്നെയും പുറത്തേക്ക് ഓടാൻ നോക്കിയതും അയാൾ പുറകിലൂടെ അവളെ കടന്നു പിടിച്ചു. എവിടേക്ക് അയാൾ പിടിച്ച് ഞെരിച്ച് അമർത്തുമ്പോഴാണ് താര തിങ്കളിനെ വിളിച്ച് പിന്നെയും അലറിക്കറിഞ്ഞത്. ചേച്ചി അയാൾ കൊന്നു, അത് ശരി തന്നെ. പക്ഷെ തന്നെ അയാൾ എന്തൊക്കെ ചെയ്തു? ചേച്ചി തന്നെ രക്ഷിക്കാനെന്തൊക്കെ ചെയ്തെന്ന് പുറലോകറിഞ്ഞ അയാൾ തന്നോട് ചെയ്തു എല്ലാവരോടും തുറന്നു പറയേണ്ടി വരില്ലേ? ഒന്നും കൂടുതൽ സംഭവിച്ചിട്ടില്ലെങ്കിലും പിഴച്ചുപോയവൾ ഇര എന്ന രീതിയിലായിരിക്കും ഇവിടെ ഉള്ളവർ തന്നെ കാണുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്റെ ഭാവി, മുന്നോട്ടുള്ള ജീവിതം
ആ ഒരു ചിന്തയിൽ തന്നെയാണ് ചേച്ചിയുടെ കാലിൽ പോയി കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞവൾ ഇതൊന്നും പുറത്താരും അറിയരുത്, അറിഞ്ഞാൽ താൻ മരിച്ചു കളയുമെന്ന് പറഞ്ഞ്. തിങ്കളൊന്നും പറഞ്ഞില്ല ആ സമയം. ആളുടെ മൗനത്തെ സമ്മതമായി എടുത്ത് ഓടിപ്പോയി കീറിയ വേഷമൊക്കെ മാറി അമ്മായിയുടെ വീട്ടിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞ താര തന്നെയാണ്. ഒരു റേപ്പ് അറ്റംപ്റ്റ് നടന്നു എന്നുള്ള എല്ലാ തെളിവുകളും അപ്പോഴേക്ക് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ആൾക്കാർ കൂടിയപ്പോഴും പോലീസുകാരോടും കാര്യങ്ങളെല്ലാം താര തന്നെയാണ് പറഞ്ഞത്. അമ്മയും ഇയാളെ ഒരുമിച്ച് മുറിയിൽ വെച്ച് കണ്ട ദേഷ്യത്തിൽ ചേച്ചി വെട്ടിക്കൊന്നാണ് ഇയാളെന്നായിരുന്നു താരയുടെ മൊഴി. തിങ്കളത് തീർത്തില്ല. പ്രമീളയും അവളെന്തായാലും ഒരു കൊലപാതകയായി. താരയെ കൂടുതൽ ഇനി ഉൾപ്പെടുത്തേണ്ട പ്രമീളയും കരുതി. കൂടാതെ താൻ വിളിച്ചേറ്റവൻ മക്കളെ കൂടെ ഉപദ്രവിക്കാൻ നോക്കിയെന്ന് പുറലോകം അറിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നാട്ടുകാർ അടിച്ചോടിക്കുന്നവരെ അവർ പേടിച്ചു. ഇപ്പോൾ തന്നെ ആവശ്യത്തിന് അവർ കിട്ടിക്കഴിഞ്ഞു. ഇനി അതുകൂടെ തലയിൽ കയറ്റി വെക്കാൻ വയ്യ. സത്യം വിളിച്ചു പറഞ്ഞ് തിങ്കളിന് കൂട്ടാനുള്ള ശിക്ഷ കുറച്ചാലും തനിക്ക് അവരുടെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റില്ലെന്ന് അവർക്ക് ഉറപ്പാണല്ലോ. കോടതി ചേച്ചിക്ക് 7 വർഷത്തെ ശിക്ഷ വിധിച്ചപ്പോൾ സങ്കടമൊക്കെ തോന്നിയിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ എവിടേക്കോ ഒരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം ശ്രീയേട്ടൻ തന്നെയാണ്. ചേച്ചിക്ക് മുന്നേ ഞാനാണ് ശ്രീയേട്ടനെ സ്നേഹിച്ചു തുടങ്ങിയത്. അത് താൻ നേടിയെടുക്കുകയും ചെയ്തു. എന്നിട്ടും ചേച്ചി പിന്നെയും തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ തനിക്ക്. താര കണ്ണുകളൊന്ന് അമർത്തിയടച്ച് തുറന്ന് നിന്നിടത്ത് തന്നെ ഒന്ന് വിതുമ്പിക്കരഞ്ഞു. തിങ്കളുടെ ശ്രദ്ധ ആകർഷിക്കാൻ നോക്കി. എവിടെ ആ പുള്ളി വെട്ടുന്നവൾ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ചേച്ചി ഇടറിയ സ്വരത്തിൽ അവളുടെ വിളി തിങ്കളുടെ കാതിലേക്ക് തുളച്ചു കയറി. പിടിച്ചിരിക്കുന്ന അരിവാളിൽ അവളുടെ വിരലുകളൊന്ന് മുറുകി. ആദ്യത്തെ വിളി അവൾ കേട്ടില്ല എന്ന സംശയത്തോടെ വീണ്ടും വിളിക്കാൻ തുടങ്ങിയാണ് താര. പക്ഷെ പൂർത്തിയാക്കാൻ പറ്റിയില്ല. ആൾക്ക് നേരെ തിരിഞ്ഞ തിങ്കളുടെ നോട്ടത്തിൽ താരയുടെ ഉമിനീർ പറ്റി തൊണ്ടവരുണ്ടു. എന്താ, എന്തു വേണം? മുഴക്കമാർന്ന തിങ്കളുടെ ശബ്ദം. താര ഒരു പിടച്ചിലൂടെ മുന്നിൽ നിൽക്കുന്നവളെ നോക്കി. എന്താ ചേച്ചി ഇങ്ങനെ ചോദിക്കുന്നേ? നീ പറച്ചിലിനൊപ്പം നിങ്ങൾ അവൾക്കടുത്തേക്ക് ചെന്നിരുന്നു. ഞാൻ എന്താ ചോദിച്ചതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ നീ നാട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞു പരത്തിയിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മുഖത്ത് യാതൊരു ഭാവമാറ്റമില്ലാതെ ഉറച്ച ശബ്ദത്തിൽ തന്നെ തിങ്കൾ അത്രയും പറഞ്ഞു. അവളോട് പറയാൻ വന്ന് മറന്ന് താരയുടെ മുഖം ഇളറി. തിങ്കളുടെ കണ്ണുകൾ അവളിലാകെ ഒന്ന് പാഞ്ഞു. അന്നത്തെ +2 കാരിലും താര ഒരുപാട് മാറിയിട്ടുണ്ട്. നെറുകയിൽ നീട്ടി വരച്ച സിന്ദൂരം, അവളുടെ നെഞ്ചിൽ വരെ എത്തി നിൽക്കുന്ന കട്ടി താലിമാല. നന്നേ മെലിഞ്ഞിരുന്നവൾ ഇപ്പോൾ അത്യാവശ്യം തടി വെച്ചിട്ടുണ്ട്. പക്ഷെ മുഖത്ത് ആ പാമ്പ് പിടിച്ച ഭാവത്തിന് മാത്രം ഇപ്പോഴൊരു കുറവില്ല. ഈ നിഷ്കളങ്കം നിറഞ്ഞ മുഖം കൊണ്ട് തന്നെയാണല്ലോ അവൾ ഏതൊരു പ്രശ്നത്തിൽ നിന്ന് എളുപ്പത്തിൽ അങ്ങ് ഊരിപ്പോരുന്നത്. ഇപ്പോഴും ആ ഭാവത്തോടെ തന്നെ സ്വന്തം ഭാഗത്ത് ന്യായീകരിക്കാൻ തിങ്കളുടെ മുമ്പിൽ നിരത്താൻ അവൾ തയ്യാറെടുക്കുകയാണ്. ഇട്ടിരിക്കുന്ന കോട്ടൺ ചുരിദാറിന്റെ ഷോൾ തോളിലേക്ക് അയറ്റിട്ടവൾ അതിന്റെ തുമ്പുകൊണ്ട് തന്നെ വിയർത്തുപോയി നെറ്റിയും കഴുത്തൊക്കെ ഒന്ന് ഒപ്പി. ചേച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? കീഴ്ച്ചുണ്ടൊന്ന് കടിച്ചു പിടിച്ച് ഉള്ളിലില്ലാത്ത സങ്കടം പുറത്തു കാണിക്കാൻ പാടുവിടുന്ന താരയെ തിങ്കൾ വെറുതെ നോക്കി നിന്നു. എനിക്കറിയാം ദേഷ്യമുണ്ടാവും. പക്ഷെ എൻ്റെ അവസ്ഥ കൂടി ചേച്ചി മനസ്സിലാക്കണം. ജയിലിൽ കിടന്ന ചേച്ചിക്ക് മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കേണ്ട. പക്ഷെ ഞാനിവിടെ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ജീവിച്ചതെന്നറിയാം. ചേച്ചി ഓർത്ത് കരയാത്ത രാത്രികളെന്ന് എനിക്കില്ലായിരുന്നു. +2 പരീക്ഷയെ പോലും ഞാൻ തോറ്റുപോയി. അപ്പോഴൊക്കെ ശ്രീയേട്ടനായിരുന്നു എനിക്കൊരു ആശ്വാസം. ശ്രീയേട്ടനും ഞാനും ഇടയ്ക്കെപ്പോഴും ഞങ്ങൾ തമ്മിൽ വളരെ അടുത്തുപോയി. 7 വർഷങ്ങൾ ചേച്ചിക്ക് വേണ്ടി ശ്രീയേട്ടൻ എങ്ങനെ കാത്തിരിക്കും? അതൊക്കെ സിനിമകളിലും കഥകളിലൊക്കെ അല്ലേ ചേച്ചി നടക്കുക. ഞങ്ങളുടെ കാര്യം അമ്മാവൻ അറിഞ്ഞപ്പോൾ അവർക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അച്ചമ്മയ്ക്കാണെങ്കിൽ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. എന്നാലും വിവാഹം നടത്തി തന്നു. പക്ഷെ അച്ചമ്മയേക്കാളും ഈ നാട്ടുകാർക്കായിരുന്നു ചേച്ചി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ കണ്ണടി. എന്തൊക്കെയാണെന്നറിയോ എന്നെയും ശ്രീയേട്ടനെ കുറിച്ച് അവർ പറഞ്ഞ്. എല്ലാം കേട്ട് സഹിക്കാൻ പറ്റാതെ നിവൃത്തികേടുണ്ടാകും. ഞാനങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കി ഇവിടെ എല്ലാവരോടും പറഞ്ഞു. ചേച്ചി പിന്നെ ജയിലിലാണല്ലോ, അതുകൊണ്ട് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു പോയി. യാതൊരു ഉൾക്കുത്തലുമില്ലാതെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഒരു ന്യായവുമില്ലാതെ ന്യായീകരിക്കുന്ന തന്നെ അനിയത്തെ കണ്ട തിങ്കൾ ഒരു നിമിഷം അവളെ തുറിച്ചു നോക്കി നിന്നു. അപ്പം ഞാനിനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ലെന്ന് കരുതിയോ നീ? അത് ഞാൻ മതി, നിർത്തിക്കോ. നിന്റെ പ്രസംഗം കഴിഞ്ഞില്ലേ, ഇനി ഇറങ്ങി പോവാൻ നോക്ക്. ആളെ പറയാൻ സമ്മതിക്കാൻ അരുവാൾ കയറി തിങ്കൾ പുറത്തേക്ക് വീശി കാണിച്ചു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ചേച്ചി? ഈ നാട്ടിൻ്റെ മുമ്പിൽ ഇത്രയും അപമാനം സഹിച്ച് ചേച്ചി എങ്ങനെ ജീവിക്കും? ഞാൻ കാരണം ചേച്ചി ഇങ്ങനെ, എനിക്കത് കാണാൻ വയ്യ. അതുകൊണ്ട് ചേച്ചി ഇവിടെയുള്ള വീടും പറമ്പെല്ലാം വിറ്റ് വേറെ എവിടേക്കെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കും. പിന്നെയും വൈകാതെ താര ഒറ്റ ശ്വാസത്തിൽ വന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞു. തിങ്കളൊന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്നുണ്ട്. മൗനം സമ്മതം എന്ന പോലെ അവരുടെ ആത്മവിശ്വാസം പിന്നെയും കൂടി. ശ്രീയേട്ടനോട് പറഞ്ഞാൽ വീടും സ്ഥലം വാങ്ങിക്കാനുള്ള ആളുകളെ പെട്ടെന്ന് ഏർപ്പാടാക്കാം. ചേച്ചി ഒട്ടും ബുദ്ധിമുട്ടണ്ട. ഉത്സാഹത്തോടെ വീണ്ടും പറയുന്നുണ്ട് അവൾ. ഞാൻ എവിടെ ജീവിക്കുക, എങ്ങനെ ജീവിക്കുന്നൊന്നും നിന്റെ വിഷയമല്ല താരേ. നിനക്കൊരു കുടുംബമല്ലേ, അതിനെക്കുറിച്ച് മാത്രം നീ ചിന്തിച്ചാൽ മതി. എൻ്റെ ആത്മാഭിമാനം നിന്നെപ്പോലെ ഞാൻ എവിടെയും പണം വെച്ചിട്ടില്ല. അതുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ എനിക്ക് യാതൊരു സമാധാനക്കേടുമില്ല. എന്നെ നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. പിന്നെ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും എൻ്റെ മുമ്പിൽ വന്ന് യാതൊരു ഉളുപ്പില്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു തൊലിക്കെട്ടി മാത്രം മതി മോളെ, നിനക്ക് പഴയ പോലെ തന്നെ ഈ നാട്ടിൽ മുന്നോട്ട് ജീവിക്കാൻ. യാതൊരു പ്രകടനങ്ങളും ഇല്ലാതെ ശാന്തമായി തന്നെ പറഞ്ഞിരുത്തിക്കൊണ്ട് തിങ്കൾ താഴെ കൂട്ടിയിരിക്കുന്ന പുല്ലുകളെടുത്ത് അടുത്ത് കിടക്കുന്ന ചാക്കിലേക്ക് നിറക്കുമ്പോൾ അണ്ണാക്കിലെ പിരിവെട്ടിയ പോലെ താര ഗേറ്റിൽ പിടിച്ച് കുറച്ചു നേരം അനക്കമറ്റ് നിന്നുപോയി. അതിനൊപ്പം ചേച്ചി പറഞ്ഞതിൻ്റെ പൊരുളെന്താണ്? എല്ലാ സത്യങ്ങളും നാട്ടുകാരോട് തുറന്നു പറയുന്നതാണോ? ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പോലും നാട്ടിലെല്ലാവരെയും തന്റെ കള്ളങ്ങൾ കൊണ്ട് വിശ്വസിപ്പിക്കാൻ താരക്ക് പറ്റിയിട്ടില്ല. ചിലരൊക്കെ തിങ്കളിന്റെ പക്ഷത്ത് ഇപ്പോഴുമുണ്ട്.
പക്ഷേ ഭൂരിഭാഗം പേരും താര പറഞ്ഞാണ് വിശ്വസിക്കുന്നത്. അതാണല്ലോ മറ്റെന്തിനേക്കാളും കൂടുതൽ രസകരമായിട്ടുള്ളത്. അല്ലെങ്കിൽ തന്നെ ചേച്ചി സത്യങ്ങൾ തുറന്നു പറഞ്ഞാലും അവരൊക്കെ വിശ്വസിക്കുമോ? ഇനി വിശ്വസിച്ച അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ തന്നെ പേടിയും വെപ്രാളം കൊണ്ട് ഒന്നും ആരോടും പറയില്ലേ ചേച്ചി എന്നൊരു വിതുമ്പലോടെ താര അവിടുന്ന് പൊട്ടിക്കരഞ്ഞു. അവളുടെ ആ കരച്ചിൽ കേട്ട് തിങ്ങളുടെ മുഖത്ത് അലസഭാവം മാറിയിട്ടുണ്ട്. ചെയ്ത പണി അവിടെ തന്നെ ഇട്ടവൾ താരക്ക് നേരെ തിരിഞ്ഞു. നിർത്തടി നിന്റെ കള്ളക്കരച്ചില്. അരിവാള എന്റെ കയ്യിലിരിക്കുന്നത്. ഇനി അവിടുന്ന് മോങ്ങിയാൽ വെട്ടി കീറും ഞാൻ. ഒരു കൊലപാതകം കൂടെ ചെയ്യാൻ എനിക്ക് ഇപ്പോഴും ഒരു മടിയില്ല താരേ. വീണ്ടും ജയിലിലേക്ക് പോകാൻ പേടിയില്ല. അതുകൊണ്ട് ചേച്ചിയുടെ മോളിൽ ഇനി ചേച്ചി എന്ന് വിളിച്ച് ഇത്തരം ചീപ്പ് ഡ്രാമയായിട്ട് എന്റെ വീണ്ടും പരിസരത്തെങ്ങാനും വന്നാ. പറച്ചിലിനൊപ്പം ചുവന്ന് വലിഞ്ഞ് മുറുകിയ മുഖത്തോടെ നീട്ടിപ്പിടിച്ച അരിവാളുമായി തനിക്ക് നേരെ നിൽക്കുന്നവളെ കണ്ട് താര വെട്ടിവിറിച്ചു. കരച്ചിൽ ശബ്ദം പുറത്തേക്ക് വരാതെ അവളുടെ തൊണ്ടക്കുള്ളിൽ തന്നെ തടഞ്ഞിൽപ്പാണിപ്പോൾ. താരയുടെ കണ്ണുകൾ ചുറ്റുമൊന്ന് പാഞ്ഞു. ഗ്രൗണ്ടിൽ കളിക്കാൻ വന്ന കുറച്ചു പേര് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്നാണെങ്കിൽ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് ചാന്ദിനിക്കൊപ്പം മിഥുന്റെ അമ്മ പ്രവീണ കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. താരയുടെ ദേഹം വിയർപ്പിൽ കുതിർന്നു. ഇല്ല, ഞാനിനി ചേച്ചി ഒരു തരത്തിലും ശല്യപ്പെടുത്തില്ല. ഇപ്പോഴും എനിക്ക് ചേച്ചിയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. ചേച്ചിക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ളവരുടെ കൂടി ഈ നാട്ടിൽ തന്നെ ജീവിച്ചു. ഉള്ളിൽ ഭയമുണ്ടെങ്കിലും ഇത്തിരി ഉച്ചത്തിൽ ആൾക്കാർ കേൾക്കാൻ പാത്രത്തിനുള്ള പറച്ചിലിനൊപ്പം കഴുത്തിലെ ഷാളെടുത്ത് വായും പൊത്തി പൊട്ടിക്കരഞ്ഞവൾ തിരിഞ്ഞോടുമ്പോൾ അവളുടെ ആ ഡയലോഗും കരച്ചിലും കേട്ട് ചാന്ദിനിയും പ്രവീണയും പരസ്പരം നോക്കി. തിങ്കളുടെ മുഖത്ത് രോഷം മാറി അവിടെ അത്രയും പുച്ഛം നിറഞ്ഞു. താര ഓടിയ വഴിയെ നോക്കി തിരിഞ്ഞവൾ ചാക്കെടുക്കാൻ തുടങ്ങിയതും അപ്പുറത്ത് നിൽക്കുന്ന ചാന്ദിനിയെയും പ്രവീണയെയും കണ്ടു. അവൾ കണ്ടെന്നറിഞ്ഞ നിമിഷം പ്രവീണ നല്ലൊരു ചിരി അവൾക്ക് കൊടുക്കുമ്പോൾ ചാന്ദിനിയുടെ മുഖത്ത് ഇപ്പോഴും പകപ്പാണ്. യാതൊരു ഭാവഭേദവും മുഖത്ത് കാണിക്കാതെ അവരിൽ നിന്ന് കണ്ണുമാറ്റി തിങ്കൾ ചാക്കിട്ടെടുത്ത് അപ്പുറത്തേക്ക് പോയതും പ്രവീണ സങ്കടത്തോടെ നോക്കി നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.